അതൊക്കെ വീഡിയോയില് വരും. തിരിച്ച് നോക്കിയോ റൂം. ആ നടക്ക. എവിടേക്ക്? നീ ഇവിടെ കിടന്നുറങ്ങിക്കോ, നാളെ വന്നാ മതി. ഞങ്ങ പോട്ടെ ടൂറ്. ഞങ്ങ പോണേ. നീ ഇവിടെ ഇരുന്നോ? ഞങ്ങ പോണോന്ന്. നീ ഇവിടെ കിടന്നുറങ്ങി സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. നമ്മളിപ്പോ തൃശ്ശൂർ ടോളെത്തിയിട്ടാട്ടില്ല കേട്ടോ. നേരെ മൂന്നാറ് പോവാണ്. നിങ്ങൾ ഇൻട്രോ ഓടുന്ന കണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളിനി പോണ വഴിയിലെ കാഴ്ചകളെ കാറ് 2 ബൈക്കൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്കറിയില്ല, കുറേ നാളുകൾക്ക് ശേഷം വണ്ടി എടുത്ത പിന്നെ ഞാൻ അങ്ങനെ കറങ്ങാൻ പോയില്ല. പോണ വഴിയെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം. അടിയടിക്കുമ്പോൾ കാലൊടിയോ സിൻസി? അതൊക്കെ വീഡിയോയില് വരും സിൻസി. ഇതൊക്കെ യൂട്യൂബിൽ വരുമ്പോ എന്ത് ചെയ്യുന്നേ? എന്തിന് റിപ്പോർട്ട് അടിക്കും? കാരണം വേണ്ട റിപ്പോർട്ട് അടിക്കാൻ. നമ്മളൊരു 10:30 ആകുമ്പോ മൂന്നാർ എത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോ കാറിൽ പോവാണ്. 2 പേര് ഫ്രണ്ടിൽ ഇങ്ങനെ പോയി. എന്ത് കുട്ടി വ്ളോഗർ? ഇത് വ്ളോഗർ അതോ വ്ളോഗറിന്റെ അസിസ്റ്റന്റ്? UK വന്നാണ് അസിസ്റ്റന്റ് ആയിട്ട്. ബൈക്കിൽ വരണേ. ഞങ്ങളെ ബൈക്കിൽ ഇങ്ങനെ വൈബായിട്ട് എനിക്ക് ഓട്ടിക്കാൻ പറ്റുമോ? 2 കാല് മറ്റേ കെട്ടുക, അല്ലെങ്കിൽ വലിക്കണം പിടിച്ചിട്ട്, അല്ലാണ്ട് നടക്കില്ല. നോക്കാം, നമുക്ക് വല്ല വഴി ഉണ്ടോ നോക്കാം. എന്ത്? ഓട്ടിച്ചോ, കാലെത്തണ്ടേ? പക്ഷെ എപ്പോഴെങ്കിലും ഓട്ടിക്കാം. നീ വീഡിയോ എടുക്കല്ലേ വ്ളോഗർ? ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോണ് എവിടേക്ക്? എന്താ കഴിക്കാനുള്ള സിൻസി? അവർക്ക് എന്താ ഉണ്ടാക്കിട്ട് വന്നിരിക്കണേ? എന്താ ഉണ്ടാക്കി? ഇഡ്ലി സാമ്പാർ. ഫുഡിങ് ടൈമായി. അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. എന്താ നീ കഴിക്കണത്? നീ പണിയെടുത്താ? നിനക്കെന്താ പനി? എന്താ വരുന്ന പോലെ? ഇങ്ങനെയാണ്, മൂഞ്ചലാണ് അല്ലേ? അല്ലല്ല, കഴിഞ്ഞ ആഴ്ച പോയിട്ടോ നിർത്തി മതിയായി. നമ്മള് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലാ. പ്ലേറ്റ് ഇല്ല ഇജോടെ തുറന്നാ? ഓക്കെ, തുറന്നിട്ടാ മതി. ശരി എടുക്കുന്നു. അത് അടച്ചിട്ടേ. ഇല്ലേ, ഒരു ഉഷാറും ഇല്ല അല്ലേ? ഇങ്ങനെ എനിക്കൊണ്ട് ആ ഉറക്കം പോയിണ്ടാവില്ല 4 മണിക്ക്. അതാണ് സമ്മതിക്കണ. അതെ, അവളത് എപ്പോഴാ പറയണ കേക്കാൻ വേണ്ടി കാത്ത്. അയ്യോ, ഉണ്ടാക്കിയതാണ് ചിക്കൻ. 2 കിലോ 65. എന്റെ ചിക്കൻ, ഓ മൈ ഗോഡ്. അതങ്ങനെ ആക്കി. ചേട്ടൻ കാണാൻ വേണ്ടി പോവാണ് അല്ലേ പാറു? എന്താ ചിപ്പൊക്കെ ആയിട്ട് കുഞ്ഞു സാധനം അല്ലേ? 2 പേരിലിട്ടാ ഫുള്ളായില്ലേ? വെള്ളച്ചാട്ടല്ലേ ഫസ്റ്റ് പോണ വെള്ളച്ചാട്ടം. ഞങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് മന്ദം നടന്നു പോവാണ്. വെള്ളച്ചാട്ടം കാരണം എപ്പോഴും വരുമ്പോൾ കാണണല്ലേ. തിരിച്ച് കണ്ടില്ലേ വെള്ളച്ചാട്ടം? കോളേജിൽ അങ്ങനെ അല്ലേ? ഇത് 3 കണ്ടില്ല. ഇത് ഇതുവരെ വന്നിരിക്കാണ്. ഞാൻ എത്തി കേട്ടത്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടാ വണ്ടി. മൂന്നാർ എത്തി. ഇനി ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്, വ്യൂ പോയിന്റ് എന്നല്ല, നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്.
എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. വണ്ടി നിർത്തിയ ശേഷം ഇല്ല, ഫുള്ള് ട്രാഫിക്, ആകെ പ്രാന്താവുണ്ട്. ബസ്സൊക്കെ പോണ പോക്ക് നോക്കിയാൽ ഒരു 1.5 പോകട്ടോ ബസ് പോണ്. നമുക്കിത് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എന്തെങ്കിലും ഇതാ ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണുക, ഫോട്ടോസ് വീഡിയോസ് എടുക്കുക. കഴിഞ്ഞു. മൂന്നാർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി, നല്ല രസമുണ്ട്. അങ്ങനെ ആക്കുക. മൂന്നാർ കാണുന്നതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഏകദേശം എല്ലാം ഒരുപോലെ അല്ലേ? കാണുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ. എന്താ സ്വത്ത് പറയാനുള്ളത്? മൂന്നാറിലെ കാഴ്ചകൾ കണ്ട് ഫോട്ടോസ് എന്താണ് എന്താണ് മൂന്നാറിന് എന്ത് മാറ്റം? നമ്മൾ മാറുകയാണെങ്കിലേ മാറുള്ളൂ. നിങ്ങള് എന്താണ് ഹണിമൂണിന് വന്നാണ്? അന്ന് രണ്ടുപേരും കൂടെ. അതെ. അങ്ങനെ ഗൈസ് നമ്മൾ മൂന്നാറെത്തിയിട്ടൂടെ റൂമൊക്കെ എടുത്ത് എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്. സിൻസിക്കാണെങ്കിൽ ചെറിയ പനി പോലെ, അതായത് നമ്മുടെ UK-ക്കാർ ചെറിയ പനി പോലെയുള്ള സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതെല്ലാവരും അവിടെ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ റൂം ഇതാണ് കേട്ടോ. ഗോകുലം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമാണ്. ബൈക്ക് രണ്ടും ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ അപ്പുറത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിന് റൂമൊന്ന് പരിചയപ്പെടുത്തിക്കോ. നമ്മുടെ റൂം നടക്ക്. ഞാൻ ആങ്കറിങ്ങിൽ നിന്ന് മാറിയിട്ട് ഇത് പറ, ഏരിയ പറ. ഇതാ ഒരു ബെഡ്റൂം. അടിപൊളി ബെഡ്റൂം. പിന്നെ തുറക്ക്, കാണിച്ചു കൊടുക്ക്. ബാത്റൂം കാണിച്ചു കൊടുക്ക്. ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ലെറ്റ്സ് ഗോ. നേരെ പോകുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഹാള് വരുന്നുണ്ട്. ഇത് ഡൈനിങ് കേട്ടോ. ഇത് നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ പരിപാടി. നമ്മൾ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഹാള്, നമുക്കിവിടെ ചില്ലടിക്കാം. പിന്നെ ഇത് ശരിക്കും ആക്ച്വലി അത് കിച്ചണാണ്. പക്ഷേ കിച്ചൺ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അതാ ഇങ്ങോട്ട് പോ. ഇത് വേറൊരു വീണ്ടും വേറൊരു ബൃന്ദം. പാറു പരിചയപ്പെടുത്തി കൊടുക്ക്. വലിയ ബെഡ്റൂം, വലിയ ബാത്റൂമാണ്. ഇല്ലേ ഇതൊരു ഡോറുണ്ട്, പക്ഷെ നമുക്ക് അവൈലബിൾ അല്ല. ഇത് അപ്പുറത്തേക്ക് എന്തോ കിടക്കാനുള്ളതാണ്. നമുക്കത് അറിയേണ്ടതല്ലേ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആളുടെ ഉണ്ട്. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലം. ബാബാ പാറു നടക്കുക. അടുത്ത റൂം പരിചയപ്പെടുത്ത്. സിൻസി പനി പിടിച്ച് കിടക്കാണെന്നൊക്കെ പറയണം കേട്ടാ. അത് നമുക്ക് ബെഡ്ഷീറ്റ്, തലയാണ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് വേറൊരു ബെഡ്റൂം. സിൻസി എന്തായി പറ, പരിചയപ്പെടുത്തി കൊടുക്ക്. അതെ, ഇതില് ബാത്റൂം മാത്രമല്ല. പക്ഷെ അവിടെ സിൻസി എവിടെ? അയ്യോ സിൻസി എവിടെ? UK-ന്ന് വന്നിട്ട് മൂന്നാറും എല്ലാം കാണണം, കൊളുക്കുമലയിൽ കാണണം പറഞ്ഞ ആളിപ്പോൾ എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. പക്ഷെ നാളെ സിൻസി നാളെ ഓണാവണം കേട്ടാ. എന്നിട്ട് പുറത്തെ ക്ലൈമറ്റ് എന്താ നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ തണുപ്പ്, പുറത്ത് നല്ല ചൂട്. അപ്പോൾ ഇതാണ് വലിയൊരു ബാത്റൂം ഉണ്ട് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് വരുന്നത്. അപ്പോൾ സിൻസിക്ക് പനി പിടിച്ചു, ആകെ സീനാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പരിപാടി എന്തെങ്കിലും കാണാന്നുള്ള പരിപാടിയാണ്. അടിച്ചു പോയി ഗായ്സ്. എന്നാൽ മാട്ടുപട്ടി കാണാൻ പോവല്ലേ? നീ റെഡിയാണോ? ഓക്കെയാണ് എന്നാൽ പോ സെറ്റ് പോവല്ലേ? എല്ലാവർക്കും സിൻസിക്ക് പനി പിടിച്ചാണ് സീനായത്. അപ്പോൾ ഇതാണ് ഒരു റൂം കേട്ടോ. എനിക്ക് തോന്നുന്നു 10 സംതിങ്ങാണ് ഓൺലൈനായി കാണിക്കുക. നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്കൊരു 8 സംതിങ്ങിന് എന്തോ കിട്ടി. ഒരു വീടാണ് സത്യം പറഞ്ഞാൽ. 3 ബെഡ്റൂം, ഒരു ഡൈനിങ് ഏരിയ, ഒരു ഹാള്, കിച്ചൺ ഉണ്ട്. കിച്ചൺ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ബൈക്ക് ഇവിടെ 2 പാർക്കിങ് അപ്പം അടിപൊളിയല്ലേ? നമ്മൾ ഇനി ഓണ വഴിയിൽ കാഴ്ചകളൊക്കെ കാണിക്കും. ഡാം കാണാൻ പോകട്ടെ നമ്മൾ. മാട്ടുപ്പെട്ടി ഡാമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് കുറേ നേരം ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ ഒത്തിരിക്കുന്നത്. കണ്ടില്ലേ? എൻ്റെ പനിയുണ്ട്, ചേച്ചിയുണ്ട്, അവരൊക്കെ ബാക്കിൽ വരുന്നുള്ളൂ. ബ്ലോക്ക് ഉണ്ടാകുന്നത് സീനാണ്. നമ്മളവിടെ നിർത്തിയപ്പോൾ 2 കടലൊക്കെ മേടിച്ചു. അപ്പോൾ അന്ന് കിടക്കണ ബ്ലോക്ക് ഇവിടെ നിന്ന് അവിടേക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ബ്ലോക്ക് മാത്രമല്ല, ഒരു പരിപാടി നടക്കില്ല. അമ്മാതിരി ബ്ലോക്ക്. മാട്ടുപ്പെട്ടി ഡാമിൽ കാണാൻ പറഞ്ഞിരിക്കും. 1.5 മണിക്കൂറായി മോനെ ട്രാഫിക്കിൽ പെട്ട് ആകെ വട്ടത്തിരിഞ്ഞ് സീന്. ആകെ സീന്. നമ്മൾ കടന്നോ? ആകെ സീന്. ഫുള്ള് ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയെ കയറ്റി
വിജോണ്ണാണെങ്കിൽ ഫുള്ള് കാറെടുത്ത് ആകെ പെട്ട് വട്ടത്തിൽ വണ്ടിയാണ് നടപ്പുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നടക്കുകയാണ് വണ്ടി അവിടെ നിർത്തിയിട്ട്. എനിക്ക് എല്ലാം അടിക്കുന്ന പറഞ്ഞു നമ്മളിവിടെ എത്തിയപ്പോൾ. അതുപോലാണ്ട് കഴിച്ച് എനിക്ക് നല്ല തണുക്കണ്ട എല്ലാ ദിവസം തണുത്തിട്ടാണ് ഞാൻ വയ്യ. ബാക്കി അവിടെ കാർക്കുന്നാണെങ്കിൽ എനിക്ക് മാത്രം എനിക്കത് വയ്യ. പനിയുള്ള ആളവിടെ പനിയുള്ള ആൾ നല്ല വരുന്നേ. കാരണം 5 മണിക്ക് എല്ലാം ക്ലോസ് ചെയ്യും പറഞ്ഞോട്ടാ. ഞങ്ങൾ ട്രാഫിക്കിലൊക്കെ പെട്ടുപടി എത്തുമ്പോഴേക്കും 5 മണിയൊക്കെ. മൂന്നാറിലെ മോർണിംഗ് ആയിട്ടാണ് നേരെ പോയിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി. നോക്കുമ്പോൾ നല്ല കടകളൊന്നും കിട്ടിയില്ല. ഈ വ്യൂ പോയിൻ്റ് ഒക്കെ ആയിട്ടുള്ള കടയിൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് കിട്ടിയ വ്യൂ പോയിൻ്റാണ് ഇത്. നമ്മളെല്ലാവരും വന്നിട്ടില്ല. അനു ഉണ്ട്. അനു എ ഗോസ്റ്റ്. ഇത് ഞാൻ ഊട്ടിന്നൊപ്പം മേടിച്ചാണ് കേട്ടോ. പണ്ടൊക്കെ കൊണ്ടുവന്നപ്പോൾ അവളിങ്ങനെ രീതിയുണ്ട്, സ്വത്തുണ്ട്, അതുപോലെ നമ്മുടെ അനീഷനുണ്ട്. ഞങ്ങൾ 2 ബൈക്കിലായിട്ട് വന്നു ചായ കുടിക്കട്ടെ. ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇന്ന് തിരിച്ച് പോവും വേണം. പക്ഷെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ തണുപ്പും ആംബിയൻസ് ഒക്കെ കുറഞ്ഞു. അങ്ങനെ നമ്മുടെ മൂന്നാറിലെ പരിപാടി കഴിഞ്ഞു. നമ്മളെല്ലാവരും ഇതാ റെഡിയായി. രേത റെഡിയായിരിക്കുന്നു. ഇതാ വലിയമ്മ റെഡിയായി ഓടുന്നു വീഡിയോയിൽ. വിജുവേട്ടൻ റെഡി, എല്ലാവരും റെഡി ആയിട്ടാ. നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാണ്. ഇനി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഉടുമ്പൽപേട്ട വഴിയാണ് പോണ വഴിയിൽ കാഴ്ചകൾ കണ്ട് പോകാന്നുള്ള പ്ലാനാണ്. പോയി നോക്കാം എന്തായാലും. അടിപൊളിയല്ലേ? എനിക്ക് എന്തെങ്കിലും പറയണ്ടേ കുഞ്ഞു? എന്തേലും പറ. 2 വാക്ക് ഒരു ഹായ് കാണിക്ക്. നമ്മൾ എവിടേക്കാ പോണെന്ന് അറിയാലോ എനിക്ക്. എവിടേക്കാണ് എന്ത് ഗൈസ്? പനിയൊക്കെ മാറി തോന്നുന്നുണ്ട്. സിൻസി എങ്ങനെയുണ്ട് ഇപ്പൊ നിലവിൽ? അടിച്ചു പോയി ഗൈസ് സിൻസി മൊത്തത്തില്ലേ. ഇനി നമുക്കില്ലേ കൊളുക്കുമല മാത്രം ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്കൊന്നും കാണിച്ചു തന്നില്ല. ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊളുക്കുമല കാണുന്നത്. പക്ഷെ ഇവളുടെ 4 മണിക്ക് പനി വന്ന് കിടന്ന ആളെ 4 മണിക്ക് എങ്ങനെ വിളിച്ചിട്ടുണ്ട്? അവിടെ നോക്കി നീ പോണതിനുള്ളിൽ നമുക്ക് ഒരു ദിവസം കൂടെ വരാം. അല്ല കൊളുക്കുമല കാണാൻ എളുപ്പമാണല്ലോ. ഗൈസ്, എൻ്റെ കുടുംബത്തിലെ ഓരോ കുരുന്നുകളും വ്ളോഗർമാരായി വരുന്ന എനിക്ക് തോന്നുന്നു. പറ കേട്ടില്ല. ഹലോ ഗായ്സ്. പറ. ഹലോ ഗായ്സ്. സോറി പോവല്ല എന്നാ ഇറങ്ങാ. ആളെ വിളിച്ച് പറ. നമുക്കിങ്ങനെ പോകുമ്പോ ഇനി ഓരോ സ്ഥലങ്ങൾ കണ്ട് മെല്ലെ ആളെ വിളിച്ചിട്ട് വരാം. നിങ്ങൾ കാർ എടുക്കുവാ. The beauty of the മൂന്നാർ. നമ്മളിങ്ങനെ ഇറങ്ങാണ്. കഴിഞ്ഞു മൂന്നാറിലെ പരിപാടി. പോണ വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാം. അതൊക്കെയാണ് നമ്മുടെ വണ്ടി കാറെല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് റൂം വെക്കറ്റ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഫുള്ള് റൂംസാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയാണ്. നല്ല റൂം, അത്യാവശ്യം കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് സെറ്റായിട്ട് 2-3 ബാത്റൂമും എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ. നല്ല പോട്ടെ. എൻ്റെ ഒപ്പം നീയല്ലേ ചെയ്തേ? അതാ അമ്മമ്മ ആദ്യം പോവല്ലേ. ബാ സിൻസി എവിടേക്കാണ്? അനീഷേട്ടാ എവിടേക്കാണ്? എന്നാ പിന്നെ ഞാനാക്കാം. ചേട്ടാ പോക്കെ ബൈ. അപ്പൊ ഞങ്ങളെ മെല്ലെ ഇറങ്ങട്ടെ. പോവല്ലേ? ലെറ്റ്സ് ഗോ. നമ്മള് ലോങ് ആയിട്ടാണ് വന്നത്. എല്ലാവരും ടയേർഡാണ്. അടിച്ചോ അട്ടപ്പടി